UDF പാഞ്ചാലിയെ ഞങ്ങൾ കൈവിടില്ല. കോൺഗ്രസിൽ ആശാന് അടുപ്പിലുമാകാം എന്ന് പറഞ്ഞതുപോലെ ചിലർക്ക് എന്തുമാകാം. കെ സുധാകരന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. ഏതോ ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഞാൻ മത്സരിക്കുമെന്ന് ഒരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാണ് വലിയ വിവാദമുണ്ടാക്കി കെ സുധാകരനെ മത്സരിപ്പിക്കാതിരിക്കുവാനും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാനുമുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയത്. എന്നാൽ VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും അതുപോലെ പല തൈക്കളവന്മാരുടെയും കളിക്കൂട്ടുകാരിയായ UDF പാഞ്ചാലി ആരുടെയും ഒഫീഷ്യലായിട്ടുള്ള അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പോസ്റ്ററും അടിച്ച് ചുവരെഴുത്തും ആരംഭിച്ച് പ്രചരണം തുടങ്ങിയെന്ന വാർത്ത പുറത്തു വന്നിട്ടും അവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ കൊച്ചി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുവാനുള്ള ഒരുക്കത്തിലാണ് VD സതീശനും ആലപ്പുഴ കോവാലനും. കാരണം ഇവരുടെ രണ്ടുപേരുടെയും കളിക്കൂട്ടുകാരിയാണ് ഈ UDF പാഞ്ചാലി. ഇവരെ മേയറാക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചാണ് ഫോട്ടോഷൂട്ട് നടത്തിയതും PR വർക്ക് നടത്തിയതുമെല്ലാം. എന്നാൽ അവസാനം പാർട്ടിയുടെ ഹൈക്കമാൻഡന്റാണ്, പ്രതിപക്ഷ നേതാവാണ്, സകലതും തങ്ങളുടെ ചൊൽപ്പടിയിലാണ് എന്നും പറഞ്ഞ് നിന്ന ഇവന്മാരുടെ ഒരു കളിയും എറണാകുളത്ത് നടന്നില്ല. കാരണം ലത്തീൻ സഭയും വിജയിച്ചു വന്ന ലത്തീൻ സമുദായങ്ങളും ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇവിടെ ഒരു വോട്ടും ലഭിക്കാതെ നൂലിൽ കെട്ടിയിറക്കിയ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭർത്താവിൻ്റെ പേരിനോടൊപ്പം ഒരു നായരുടെ പേരും, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറൊരു ഈഴവന്റെ പേരും, മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നസ്രാണിയുടെ പേരുമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ ഇവിടെ മേയറാക്കാൻ സാധ്യമല്ല എന്ന് ഒന്നടങ്കം തീരുമാനിച്ചപ്പോൾ ആലപ്പുഴ കോവാലിൻ്റെയും എറണാകുളത്തെ തത്തമ്മച്ചുണ്ടൻ്റെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ നാവടഞ്ഞു. എന്നാൽ ആ പ്രശ്നം പരിഹരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള ഏറ്റവും നല്ലൊരു മണ്ഡലം നോക്കി നൽകുകയും വിജയിപ്പിച്ചെടുക്കുകയും മന്ത്രിയുമാക്കി കൊടുക്കാമെന്ന ഉറപ്പിന്മേലാണ് അന്ന് ഈ UDF പാഞ്ചാലി അടങ്ങിയത്. ഇന്ന് ഇത്രയും വലിയ വിവാദമുണ്ടായിട്ടും അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവന്മാരെല്ലാം, ഈ തൈക്കളവന്മാരെല്ലാം ഈ UDF പാഞ്ചാലിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. കേക്കച്ചൻ്റെ മാധ്യമ സെല്ലിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഇവർക്ക് വേണ്ടി മുട്ടിൽ മരമുറിക്കൊള്ളക്കാരന്മാരുടെ ചാനലും 24 ചാനലും എന്ന് വേണ്ട ഏഷ്യാനെറ്റ് അടക്കം ഈ UDF പാഞ്ചാലിക്ക് വേണ്ടി PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങനെയെങ്കിലും കൊച്ചിയിലെ സ്ഥാനാർത്ഥിയാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ഇവർ. എറണാകുളത്തെ കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ലത്തീൻ സമുദായാംഗങ്ങൾ, വളരെ മിടുമിടുക്കരായ ലത്തീൻ സഭാ അംഗങ്ങൾ, ലാലി വിൻസെന്റ്, അതുപോലെ സിമി റോസ്ബെൽ ജോൺ തുടങ്ങിയ പ്രമുഖരായ സ്ത്രീരത്നങ്ങൾ ഉണ്ടായിരുന്ന ആ എറണാകുളത്ത് ലത്തീൻ സമുദായാംഗങ്ങളായ ഇവരെ പുകച്ച് പുറത്തു ചാടിച്ചാണ് ഈ കേക്കച്ചൻ്റെയും KC വേണുഗോപാലിൻ്റെയും കളിക്കൂട്ടുകാരിയെ ഒരു സുപ്രഭാതത്തിൽ അവിടെ കെട്ടിയിറക്കിയത്. യാതൊരു മാർഗവുമില്ലാതെ ഒരു ഒറ്റമുറി വാടക വീട്ടിൽ കഴിഞ്ഞ ഇവർ ഇന്ന് കോടീശ്വരിയായി, കച്ചവടങ്ങളിലെ പങ്കാളിയായി, വിശ്വസ്തയായ കൂട്ടുകാരിയായി, പല കെണികളിലെയും കൂട്ടുകാരിയായി. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായ ഈ പാഞ്ചാലി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിലെ തൈക്കളവന്മാരെല്ലാം മാനം കെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ആ പാഞ്ചാലി വിരട്ടി എറണാകുളത്തെ സീറ്റ് കരസ്ഥമാക്കുവാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഇതിനെതിരെ ലത്തീൻ സഭ വളരെ ശക്തമായി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവരുടെ സഭാംഗങ്ങളായിരുന്ന ലാലി വിൻസെന്റിനെയും സിമി റോസ്ബെലിൻ്റെ കാര്യം നമുക്കറിയാം. AICC അംഗമായിരുന്നു, അതുപോലെ പല ഉന്നത പദവികളും വഹിച്ചിട്ടുണ്ട്. PSC മെമ്പറായിരുന്നു, വളരെ നല്ല കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ട, പാർട്ടി പ്രവർത്തകർക്ക് വളരെയേറെ പ്രിയപ്പെട്ട
ഓരോ പദവികളിൽ നിന്നും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും പടിപടിയായി കയറി വന്ന അവരെയെല്ലാം നാളെ തനിക്ക് ഭാരമാകും, തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് മനസ്സിലായി ഈ ഡിസിഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ വെട്ടിയൊതുക്കി ഒരു സുപ്രഭാതത്തിൽ കെട്ടിയിറക്കിയ ഈ UDF പാഞ്ചാലിയെ ഇപ്പോൾ ഇതാ ഏറ്റവും പ്രമുഖമായ ഒരു മണ്ഡലം തന്നെ നൽകി മത്സരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട, അപ്രകാരം ചെയ്താൽ കർശന നടപടിയെടുക്കുമെന്ന് പറഞ്ഞ ഈ കേക്കച്ചൻ ഇവരിതാ പോസ്റ്റർ അടിച്ച് പ്രചരണവും ആരംഭിച്ചിട്ടും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നു, പാഞ്ചാലിക്ക് അടുപ്പിലുമാകാമോ? ഇതിനെതിരെ ഒന്ന് ശാസിക്കുവാൻ പോലും എന്തുകൊണ്ടാണ് സതീശനും വേണുഗോപാലിനും കഴിവില്ലാതെ പോകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവരുടെ ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഉണ്ടായ സാമ്പത്തിക വളർച്ചയുടെ പിന്നിൽ ആരാണ്? ഈ KC വേണുഗോപാലും VD സതീശനും ഇവരെ കച്ചവട പങ്കാളിയാക്കുകയും കൈയയച്ച് സഹായിക്കുകയും ഒക്കെ ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇനി വരും ദിവസങ്ങളിൽ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവർ എന്തുകൊണ്ടാണ് ഈ UDF പാഞ്ചാലിയുടെ മുന്നിൽ ചൂളിപ്പോകുന്നത്? UDF പാഞ്ചാലി വിചാരിച്ചാൽ ഇവന്മാർ എന്തുകൊണ്ടാണ് മുണ്ടിനുള്ളിൽ പെടുക്കുന്നത് എന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഈ തെൻകണി സതീശനെയും ആലപ്പുഴ കോവാലിനെയും ഒരു UDF പാഞ്ചാലി വിരട്ടി താൻ ആഗ്രഹിച്ച സീറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. നോക്കുക, VD സതീശൻ്റെ വലങ്കയും ഗുണ്ടയും വിശ്വസ്തനുമൊക്കെയായ മുഹമ്മദ് ഷിയാസിനെ തേച്ചിട്ടാണ് ഈ UDF പാഞ്ചാലിക്ക് വേണ്ടി ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ആ സീറ്റ് ഒപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളം ചർച്ച ചെയ്യേണ്ടുന്നത് ആരാണ് ഈ പാഞ്ചാലി, ഇവന്മാർ എന്തുകൊണ്ടാണ് ഇവരെ ഭയപ്പെടുന്നത് എന്നാണ്. വരും ദിവസങ്ങളിൽ ഈ കേക്കച്ചനും ഈ KC വേണുഗോപാലും ഇതിന് കേരളത്തോട് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.